ചർച്ചകൾക്ക് വഴിയൊരുക്കി INL നേതാവ് അഹമ്മദ് തേവർകോവിൽ. സമസ്ത മുൻ പ്രസിഡന്റ് കുമരമുത്തൂർ AP മുഹമ്മദ് മുസ്ലിയാരുടെ ഖബറിടത്തിൽ തേവർകോവിൽ സന്ദർശനം നടത്തി. സമസ്തയും ലീഗും അഭിപ്രായ വ്യത്യാസം തുടരുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് മുൻ മന്ത്രി അഹമ്മദ് തേവർകോവിൽ സമസ്ത മുൻ പ്രസിഡന്റ് കുമരമ്പത്തൂർ P മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ സന്ദർശനം നടത്തിയത്. സമസ്തയും ലീഗും ഒരുമിച്ച് പോകേണ്ടതുണ്ടെന്നും അതിന് അകൽച്ച ഉണ്ടാക്കുന്ന ക്ഷുദ്രശക്തികളെ ഒറ്റപ്പെടുത്തണമെന്നും INL നേതാവ് കൂടിയായ അഹമ്മദ് തേവർകോവിൽ പറഞ്ഞു. സമസ്ത ഒരു മതസംഘടനയാണ്. ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ മമത പുലർത്തേണ്ട സാഹചര്യം ആ സംഘടനയ്ക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ പല മതസംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയലാണ് സമസ്ത എന്ന് പറയുന്ന മതസംഘടന സംബന്ധിച്ചോളം അഭികാമ്യമായിട്ടുള്ളത്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പാർട്ടിയുണ്ട്, അല്ലാത്ത പാർട്ടികളുണ്ട്. അതിലൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കേരളത്തിൽ മുസ്ലിം ലീഗ് അത്ര മോശമായ രാഷ്ട്രീയ ശക്തിയാണെന്നൊന്നുമല്ല എൻ്റെ അഭിപ്രായം. കാരണം നിയമസഭാ പ്രാതിനിധ്യവും ലോകസഭാ പ്രാതിനിധ്യവും ഒക്കെയുള്ള പാർട്ടി എന്ന നിലക്ക് തന്നെ ദീർഘകാലം സമസ്തയുമായി യോജിച്ചു പോയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിലക്ക് ഇനിയും അപങ്കുരം ആ ബന്ധം തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ചിത്രശക്തികളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനാണ് നാം ഒറ്റക്കെട്ടായി ശ്രമിക്കേണ്ടത്. എന്നാൽ ഖബർ സന്ദർശനം മുൻപ് കരുതിയതാണെന്നും അന്ന് അതിന് കഴിഞ്ഞില്ലെന്നും ഇപ്പോഴാണ് സാധിച്ചതെന്നും അഹമ്മദ് തേവർകോവിൽ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. കാരണം രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സംഘപരിവാർ ഭീഷണിയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നതിൽ എല്ലാ മതേതര രാഷ്ട്രീയ പാർട്ടികളുടെയും അനിവാര്യമായ ഒരു കടമയായി മാറിയിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. ആ രീതിയിൽ വ്യത്യസ്ത ദിശകളിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയായി ഇന്ത്യ രാജ്യത്ത് പുതിയ മുന്നണി രൂപം കൊണ്ട് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലുള്ള പൊളിറ്റിക്കൽ അനാലിസേഷൻ വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നത് വളരെയേറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഏതായാലും ഈ സംഘികളുടെ ഭരണത്തിൽ നിന്നൊരു മോചനം എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് ഉണ്ടാകുമെന്ന നേരിയ പ്രതീക്ഷ ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും LDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും തേവർകോവിൽ പറഞ്ഞു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ശത്രുവായി കാണുന്നത് BJPയും സംഘപരിവാർ ശക്തികളെയും തന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പശ്ചിമ ബംഗാളിലും നമുക്കറിയാം ഇതുപോലത്തെ ഒരു സാഹചര്യം അവിടെയുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു നിലപാടിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പമാണ് INL നിലകൊണ്ടിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് INL സ്വീകരിച്ചിട്ടുള്ളത്. പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇരു മുന്നണികളും ശക്തമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലെ വോട്ടിംഗ് നിലകെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ LDF വളരെ മുമ്പിലാണ്. മുമ്പത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിച്ചാൽ UDF മുമ്പിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിയും എന്ന് INL ഉറച്ചു വിശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായി പാലക്കാട്ടെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾ കാണുന്നു. നേതാക്കളായ അഷ്റഫ് അലി വല്ലപ്പുഴ, റസാഖ് മാനു, PV ബഷീർ, അബ്ദുൾ റഫീഖ്, അസീസ് പരുത്തിപ്ര തുടങ്ങി നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. CCN മണ്ണാർക്കാട്.